ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഞാനിവിടെ ഉള്ള ചെറായിപ്പാടത്തുണ്ട്. അല്ല, ചെറായിപ്പാടത്ത് എത്തിയപ്പോഴേക്കും മഴ ചെയ്യുന്നൊരു ഓർഡർ അടിക്കത്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഭയങ്കര മഴ മീൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ മഴ കൂടും. കുറച്ച് ദിവസമായിട്ട് കിട്ടുന്ന ഓർഡറുകളൊന്നും മര്യാദക്കല്ല കേട്ടോ. ഞങ്ങൾക്ക് 20 രൂപയുടെ ഓർഡറുകളൊക്കെയാണ് കിട്ടുന്നത്. 20 രൂപയും 10 രൂപയും 30 രൂപയുടെ ഓർഡർ കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതെന്നാലും അത്യാവശ്യം ലോങ്ങാണ്, അടുത്തൊന്നുമല്ല. ഈ ചെറിയ 20 രൂപ 30 രൂപക്കൊക്കെ 8 കിലോമീറ്റർ 9 കിലോമീറ്റർ കൂടി 30 രൂപയുടെ ഓർഡറാണ് കിട്ടുന്നത്. ഞാനപ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് എനിക്ക് എടപ്പള്ളി സോങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടപ്പള്ളിക്ക് പോയി ഇന്ന്. അപ്പോൾ എടപ്പള്ളിക്ക് വന്നപ്പോൾ ലുലു മാളിൽ നിന്ന് ഒരു ഓർഡർ വരാപ്പോഴൊക്കെ അടിച്ച് വന്ന് തിരിച്ച് നാട് വിട്ടേക്കാം. ഇപ്പം എന്തായാലും മഴ വന്നിട്ടുണ്ട്. ചർച്ച കയറണമെന്ന് രക്ഷപ്പെട്ട് എന്തായാലും ഈ ഓർഡർ ഒന്നും കൊടുക്കട്ടെ കേട്ടോ. മഴ വന്നു പറഞ്ഞാൽ ഞാൻ നിർത്തിയതാണ്. ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി ഓക്കെ. ആ ഓർഡർ പള്ളിപ്പുറം മുൻപത്തോണ്ടോ കൊടുത്തിട്ട് ഞാനിപ്പോൾ തിരിച്ച് പറവൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിട്ടേൺ ടു സോൺ എന്നെല്ലാം നമുക്ക് അടുത്ത ഓർഡർ കിട്ടുള്ളൂ. മിസ്റ്റർ സ്വിഗ്ഗി, ഞാനൊരു കാര്യം പറയാം. ഒരു ഓർഡർ തരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കാലത്തൊക്കെ തരണം. ഞാനിവിടുന്ന് മുൻപത്തൊന്ന് ഓർഡർ കൊടുത്ത് അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ചു പോയി പെരുമ്പടന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ചെറായിന്ന് ഓർഡർ ചെയ്തു. എന്താ പരിപാടി? അത് സിസ്റ്റം വെച്ചേ ഞങ്ങളത് സാധനം റെഡിയായിട്ട് നന്ദി ടൈം വാങ്ങിച്ചെന്തെങ്കിലും. ഇവിടെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാട്ടാ. ഞാൻ പുറത്തുനിന്ന് പോയിട്ടെ. ഇവിടെ കണ്ട ഇതിൻ്റെ ബാക്കിൽ ടർഫാണ്. കണ്ട ഇതിൻ്റെ ബാക്കിൽ ടർഫ് ഉണ്ടായിരുന്ന ഞാനിപ്പോൾ കണ്ട വെറുതെ ഇതിന് ടർഫ് എന്ന് പേര് വന്നത്. ചെറായി ബീച്ച് ഗേറ്റ് ടർഫ് എന്നാണ് അതിൻ്റെ പേര്. കാരണം ഇവിടെ ടർഫ് ഉണ്ട്. ഇപ്പോഴാണ് ഞാനതൊക്കെ അറിയുന്നത്. കൊടുക്കാനുള്ളത് മുൻപ് അറ്റത്തേക്കാണ്ട പുറത്തുനിന്ന് ബീച്ചായി. സമോസ, ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച്, ഒരു ചിക്കൻ ബർഗർ. അങ്ങനെ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഓർഡറായിട്ട് കസ്റ്റമറുടെ പോകാന്നുള്ളതാണ് അടുത്തത്. അമ്മേ ഇപ്പോൾ ഡോറിൻ്റെ അടുത്ത് വരുന്നതിന് മുനമ്പം 50 കസ്റ്റമർ ഉള്ളത്. കസ്റ്റമറിൻ്റെ വേണം. ഒരു മഴ നല്ലത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കാശ് കൂടുതലുണ്ടാക്കാറുണ്ട്. നമുക്ക് പോകട്ടാ അമ്മേ. ആ ഒരു ഓർഡറും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ എനിക്കിത് ഔട്ട് ഓഫ് സോണാണ്. പക്ഷെ അവരെനിക്ക് റിട്ടേൺ കാശ് വന്നിട്ടില്ല. 15 രൂപ റെയിൽ ചാർജ് വന്നിട്ടുണ്ട്. ഈ ഓർഡറിന് ശേഷം എനിക്ക് ആകെ ഒരൊറ്റ ഓർഡറും കൂടി അടിച്ചോളട്ടാ ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർഡറൊന്നും അടിച്ചില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഓർഡറും കൂടി അടിച്ചു. ആകെ കൂടി എന്തോ 320 രൂപ 350 രൂപ എന്താണ്ട് ഒത്തുള്ളൂ. രാവിലെ എണീച്ച് വെറും വയറ്റിയൊക്കെ കാണിച്ചൊരു മണ്ടത്തരത്തിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്. അതായത് ഇന്നലെ ഞാൻ ഓടിയത് കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർഡറൊന്നും അടിച്ചില്ല. ഒരു 5 മണി കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ ഓർഡർ പോലും എനിക്ക് അടിച്ചിട്ടില്ല. വെറുതെ ഇരുന്ന് 8 മണി വരെ വരുന്നു. രാത്രി 8 മണി വരെ ആ 2-3 മണിക്കൂർ ഞാനോട് വെറുതെ ഇരിക്കരുത്. ഞാൻ ഇടപ്പിൽ സോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ലുലു മാളിൽ നിന്ന് ഒരു ഓർഡർ അടിച്ച്. ആ ഓർഡർ എന്നെ നേരെ തിരിച്ച് വരാപ്പോഴെ കൊണ്ടുവന്ന്. പിന്നെ ഇവിടെ തിരിച്ചു വരെ പോകാനടിക്കും മടിയായിട്ട് ഞാൻ വേറെ പോയില്ല. തിരിച്ച് പറവൂർക്ക് തന്നെ വന്ന്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ഇന്നലെ രാത്രി ഇപ്പോൾ ഒരാളൊന്നുകൊണ്ട് പറഞ്ഞ് വരാപ്പോഴെ നല്ല സോണാണ്, അത്യാവശ്യം ഓർഡറുള്ള സോണാണെന്ന് പറഞ്ഞ്. എന്ത് ചെയ്തോ എന്നാൽ കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞു ഞാൻ നേരെ വരാപ്പുഴ സോൺ ആഡ് ചെയ്യാനായിട്ട് നോക്കി. അത് ഇന്ന് രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു പരിപാടി ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് വായിച്ച് നോക്കാണ്ടാണ് ചെയ്തത്. അതിലൊരു ചെറിയൊരു മണ്ടത്തരം പറ്റി. അതായത് പറവൂരിൽ നിന്ന് എൻ്റെ സോൺ ഉണ്ടായിരുന്നത് നേരെ വരാപ്പുഴക്ക് മാറി. അതെ, ഇപ്പം എനിക്ക് പറവൂർ സോണില്ല. ഒന്നെങ്കിൽ വരാപ്പുഴ ഓടണം, അല്ലെങ്കിൽ അടപ്പിൽ ഓടണം, അല്ലെങ്കിൽ ആലുവ ഓടണം. ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം. എൻ്റെ സോൺ ഇപ്പോൾ ഇതൊക്കെയാണ്. പറവൂർ സോണ് പോയി. ഈശ്വരാ ഭഗവാനി. ഇനി അപ്പം നേരെ ഇവിടെ വരാപ്പുഴയിൽ ഒരു 5 മിനിറ്റ് നോക്കാം. ഇവിടെ ലോഡറുണ്ടാന്നൊക്കെ ഇവിടെ ലോഡറുണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ നേരത്തൊക്കെ വൈകുന്നേരം നല്ല ഓർഡറുണ്ടെന്ന് ഇന്നലെ പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് നേരെ അടുപ്പിലേക്ക് പോകാം. ഇവിടെയൊക്കെ ഓർഡർ ഉണ്ടായാൽ മതിയായിരുന്നു. പണ്ടൊക്കെ നമ്മളിപ്പോൾ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ട് 13 മിനിറ്റായി. ഞാനിപ്പോൾ വരാപ്പുഴയിലാണ്ടിരിക്കണം. കാരണം അവിടെ ഒരു പെരിയാർ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊരു കേക്ക് ഹട്ടാണ്. പിന്നെ അവിടെ അതൊന്നുമില്ല, കേക്ക് ഫ്രൂട്ട്സ്. പിന്നെ കുറച്ചങ്ങാട് മാറിയിട്ട് KR ബേക്കറി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്തായാലും അടിക്കുമെന്ന് നോക്കാം. ഒരു കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് ഇടപ്പള്ളിക്ക് പോയാൽ എന്തായാലും ഓർഡർ ഉണ്ടാവില്ല. പക്ഷെ അവിടെ വരെ പോക്കാണ് ദുരിതം. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് നേരം എന്തായാലും ഉടനെ നോക്കട്ടെ. വരാപ്പുഴയിൽ നിന്ന് ഓർഡർ അടിക്കാണ്ടായപ്പോൾ ഞാൻ നേരെ ഇടപ്പള്ളിക്ക് വന്നിട്ടാ. ആ ജംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ പാലം കയറിയപ്പോൾ തൊട്ട് ഒടുക്കത്തെ ബ്ലോക്ക്. എനിക്കാണെങ്കിൽ ലുലു മാളിൽ നിന്ന് ഒരു ഓർഡർ അടിച്ചു. ഈ ബ്ലോക്ക് തീർത്ത് ലുലു മാളിലോട്ടെ പറ്റില്ല എന്നാവോ ട്രെയിൻ പോകും. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു കിണ്ടി മഞ്ചാളോടെ സ്ഥലം നോക്കി ഞാൻ
മടുത്ത് ഇതിനകത്തിപ്പോ കണ്ടുപിടിച്ചടാ എന്താ ഒന്നു സാധനം കയറി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാട്ടോ. ഒന്ന് കയറി ഇറങ്ങി നടക്കാൻ തന്നെ നല്ല പാടാണ് കേട്ടോ. സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് സബ്ഡേ. അപ്പം ഇനി ഇത് കൊണ്ടുവന്നുകൊണ്ട് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി. പോവാം. ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിത് ഈ സാധനത്തിനാണ് സമൂസ സിംഗ്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ലിഫ്റ്റിനായിരുന്നു കണ്ട ബാക്കിൽ. പക്ഷെ ഇപ്പം ലിഫ്റ്റ് തിങ്ങി വെക്കാണ്. നമുക്ക് എസ്കലേറ്റർ വഴി പോവാം. ഇപ്പോൾ പോയേനെ ചവിട്ടി തറ്റത്തേക്ക് ജസ്റ്റ് ചവിട്ടൊന്നും മാറി ഇപ്പം നിലത്ത് വിടാനെ. എസ്കലേറ്റർ 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ, അതും കൂടെ ഇറങ്ങണം. അത് ശരിക്കും ഞാൻ വീണാണ് കേട്ടോ. കാല് വെച്ചപ്പോൾ മടങ്ങിപ്പോയി. അതൊക്കെ ഇവിടെ കൊച്ചു വീണ് എന്നാൽ പിന്നെ ജീവിച്ചെടുത്തിട്ട് കാര്യമുണ്ടോ നാണക്കേടല്ലേ. ഇങ്ങനെ നമ്മൾ മാളിൽ നിന്ന് സാധനമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിനകത്തെങ്ങനെയാണ് ഒരു ഓർഡർ ആണെന്നുണ്ടെങ്കിൽ സാധനം അവിടെ നിന്ന് എടുത്തിറങ്ങാൻ തന്നെ ഒരു നേരമാവും. പിന്നെ നമ്മ എപ്പോൾ ഈ സാധനം കൊണ്ട് കൊടുക്കാനാണ് പോലും അതിന് ഒടുക്കത്ത് ബ്ലോക്കും. ഞാനിവിടെ വന്നപ്പോഴേക്കും ഒരു മാതിരി ഭ്രാന്തായി പോയി. നോക്കട്ടെ ഇനിയിപ്പോൾ എന്തായാലും സാധനം എടുത്തുകൊണ്ട് കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ റീപാക്കഡ് ആയിട്ടുണ്ട്. അയ്യോ, ഇനി ഇവിടെ നിന്ന് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് തിരിച്ച് മാളിയമ്പീടിയ പോവാന്നുള്ളതാണ് ടാസ്ക്. ഇവിടെ നടത്തി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് വരാം. അമ്മേ, ഏകദേശം ഒരു 25 കിലോമീറ്ററെങ്കിലും ഞാൻ ഓടിയിട്ടുണ്ട്. 196 നീറ്റിയത് കുറഞ്ഞു പോയെന്നല്ല. നമുക്കിപ്പോൾ ഇത് ആലുവ എനിക്ക് സോണ് കിടക്കുന്ന കാരണം എനിക്കിപ്പോൾ ഇത്ര കിട്ടുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ കിടപ്പിൽ നിന്ന് ഇടം വരെ വന്നതിന് റിട്ടേണും കൂടി കിട്ടിയാനായിരുന്നു. കുഴപ്പമില്ല. പറൂർ സോൺ ഉണ്ടാകുന്ന എനിക്ക് പറൂർക്ക് പോകാമായിരുന്നു. ഇനിയിപ്പോൾ ആലുവ കിടന്ന് ഓടേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തിരിച്ചു പോകാൻ എനിക്ക് ആലുവ നടിയും. അപ്പോൾ ഞാൻ എന്തായാലും ആലുവ കൊണ്ട് കിടന്ന് ഓടണം. അയ്യോ, ഇച്ചിരി മടുപ്പായി. ഇപ്പോൾ അടുത്ത ലോങ്ങൊന്നും തരില്ല കേട്ടാ, പാടാ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സോണിലോട്ട് പോട്ടെ. അല്ല, അടുത്ത ഡെലിവറിക്ക് പോട്ടെ. എന്നാലും എൻ്റെ പറൂര് പോയി എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. ഇനി അത് എപ്പോൾ തിരിച്ച് കിട്ടുമോ. ഞാൻ ആലുവ കളഞ്ഞ് പറൂര് ആടിയാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ ആലുവ പോകട്ടെ. ആലുവ ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ല. ആലുവ വന്നതിന് ഇതുപോലെയൊക്കെ പണി ചെയ്തു. ഗൈസ്, ഞാൻ ഏതോ വഴിയൊക്കെ തെണ്ടി ഇപ്പം ഏരൂര് വന്നുണ്ട് കേട്ടോ. ആ സാധനം കൊടുത്തിട്ട് മണിക്കൂറും നാട്ടായിട്ടുണ്ട്. ഈ വഴി മനസ്സിലാവണില്ലെന്ന്. മര്യാദ കാല് വഴി ഒന്നും ചേർന്ന് ഞാൻ ആ മാളിയമ്പൂരിൽ നിന്ന് മറ്റേ കടുങ്ങല്ലൂർ അങ്ങനെ പാതാളം വഴി വരാനായിട്ട് കയറിയതാണ്. വഴി മനസ്സിലാവിടെ ആകെ പെട്ടില്ല. ഈ ഗൂഗിൾ മാപ്പിട്ട് ഞാനിപ്പോൾ ഇവിടം വരെ എത്തി. എനിക്ക് ഇവിടെ നിന്ന് നിയറസ്റ്റ് ഇത് കാണുന്നത് ഏരൂര് അങ്ങനെ മേലോട്ട് ഞാൻ പോട്ടെട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് നിയറസ്റ്റ് കാണിക്കുന്നത് ഏലൂരിൽ നിന്ന് ചേരാനൂർ സിഗ്നലിന് അങ്ങോട്ട് പോകണ ആ റൂട്ടാണ്. എന്നാലേ ഞാൻ സോണിൽ കയറുള്ളൂ, അല്ലെങ്കിൽ വെറുതെ കറങ്ങേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് സോണിൽ കയറിയാൽ അടുത്ത് ഓർഡർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് എന്തോരം കിലോമീറ്ററാണ് വെറുതെ ഓടിക്കൂട്ടി തന്നാൽ 10 കിലോമീറ്റർ ഓർഡർ കഴിഞ്ഞ ശേഷം ഞാൻ വെറുതെ ഓടി. അപ്പോൾ ഇനി ഞാൻ നേരെ സോണിലോട്ട് പോട്ടെ കേട്ടോ. മഴയും കാറ്റും തകർത്ത് ചെയ്തുകൊണ്ടിരിക്കണ്ട. അപ്പം നമുക്ക് റെയിൻ ചാർജ് വന്നേക്കണം എത്രയാണെന്ന് വെച്ചാൽ 15 രൂപ. ഈ കാറ്റത്തും മഴയതും വെറും 15 രൂപ മാത്രമാണ് ശരിക്കും നമുക്കിപ്പോൾ ചാർജ് വന്നേക്കുന്നത്. അപ്പം മഴ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് അങ്ങാടികളൊക്കെ ഒന്ന് മാറി നോക്കാം. ഓർഡർ അടിച്ചാൽ ഹെൽമെറ്റ് ഫുള്ള് തന്നെയല്ല. എൻ്റെ പൊന്നു മച്ചാന്മാരെ, എറണാകുളത്ത് വന്നിട്ട് നമുക്ക് മര്യാദക്ക് ഓർഡർ ഒന്നും ഇതുവരെ അടിച്ചിട്ടില്ല. ഇനി എൻ്റെ രാശിയാണെന്ന് അറിഞ്ഞൂടെ. നല്ല രാശിയായിരുന്നേ, ഒന്നും പറയാൻ പറ്റൂല. ഒറ്റയടിക്ക് കൊള്ളൂല എന്ന് പറഞ്ഞെന്ന് ഞാൻ പറയണ്ട. ഞാനിപ്പോൾ എന്തായാലും നേരെ ഇടപ്പള്ളിക്ക് പോവുകയാണ്. മഴ ഇറങ്ങി കയറി നിന്നാണ് പോണത്. ഇതുവരെ എനിക്ക് ഇവിടെ നിന്നൊന്നും അടിച്ചില്ല. ഇവിടെ നിന്ന് അടിക്കേണ്ടതാണെന്നാണ് എല്ലാവരും പറയണത്. ശരിക്കും എന്താണെന്ന് അറിയൂടാ. ഞാൻ ഇനിയിപ്പോൾ ഇടപ്പള്ളിക്ക് പോയി നോക്കാം. അല്ലല്ലോ മഴ എന്നൊക്കെ തന്നെ ഇരിക്കുന്നതിപ്പോൾ എനിക്ക് ഇനി അടിക്കണത്, അല്ലെങ്കിൽ അപ്പുറത്തുനിന്നൊക്കെ ആയിരിക്കും. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, ഞാനിപ്പോൾ ഇടപ്പള്ളിയിലുണ്ട്. എനിക്കിപ്പോൾ ഒരു ഡബിൾ ഓർഡർ അടിച്ചിട്ടാണ്. അത് ഞാൻ പറയാൻ പറഞ്ഞു, വീഡിയോ എടുക്കാൻ പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് അടിച്ചായിരുന്നത്. എനിക്ക് സ്ഥലം അറിയാൻ പറഞ്ഞില്ല. ഫോണിലെ ലൊക്കേഷനും വർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. കുറേ കിടന്ന് കറങ്ങിയിട്ടാണ് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത്. കസ്റ്റമറുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന ഒരാളുടെ ഡിലേ വന്നു. ഫോണിൻ്റെ ലൊക്കേഷനാണ് അല്ലെങ്കിൽ ആപ്പിൻ്റെ അമ്മേനാണെന്ന് പറഞ്ഞത്. ആപ്പ് കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊരു 10-60 രൂപ കിട്ടി. ഇപ്പം ഞാനുള്ളത് ഇടത്തുകയിൽ ഏതൊരു ഭാഗത്താണ് അതൊന്നും അറിയാൻ പാടില്ല, ഏതൊരു ഭാഗം അതൊരു ഡൊമിനോസിൻ്റെ ഫ്രണ്ടിലാണ്. എടപ്പള്ളി ഇപ്പുറം പൂനുണ്ടായാലാണ് കിടക്കുന്നത്, ഡൊമിനോസിൻ്റെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കണത്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം കൂടെ നിന്ന് ഇവിടുന്ന് എടപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഡർ അടിച്ചിട്ട് കറങ്ങിയിട്ട് ഇങ്ങനെയാണ് വന്നത്. ലൊക്കേഷന് പുറത്തോട്ട് പോയി ഞാൻ വഴിയൊന്നും അറിയാത്ത കാരണമായി സംഭവം. ഞാൻ മുമ്പ് ഇവിടെ ഊബറിച്ചൊക്കെ ഓടിയുണ്ട്, പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് വഴികളൊന്നും മനസ്സിലാവണില്ല. ഞാൻ വല്ല വഴിക്കൊക്കെ കയറി പോകണം. അതിനിടയ്ക്ക് ഫോണിൽ ലൊക്കേഷനും വർക്ക് ചെയ്യണില്ല. ഇവിടെ ലൊക്കേഷൻ ഇട്ടാൽ വേറെ ഒരു സ്ഥലത്തോട്ടുണ്ടാവില്ല. അന്നത്തെ ലൊക്കേഷനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ എടപ്പള്ളി ജംഗ്ഷൻ്റെ അങ്ങോട്ടേക്ക് തന്നെ അല്ല ടൈം ലുലുമാളി ഞാൻ ഓർഡർ അടിക്കണമെങ്കിൽ ലുലുമാളി ഓർഡർ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം വെറുതെ ഞാൻ അകത്തേക്ക് കയറി പിടിച്ച് എടുത്ത് വരുമ്പോഴേക്കും ഒരു 10-20 മിനിറ്റ് അങ്ങനെ പോകും. നല്ല മഴക്കാരൻ കേട്ടോ. ചേട്ടാ എണ്ണം കൊടുക്കുന്നു, ഒരുപാട് ഇത് കൊടുക്കുന്നു. കഴിച്ചേം റേറ്റ് ആണോ? ഏതോ ഓടിയിട്ടോ, പക്ഷെ ഓർഡർ ഒന്നുമില്ല. കാരണം ഒരു സമയം ഇപ്പം 3:13 ഞാൻ 3 ഓർഡർ കൂടുതലൊന്നും ഓടിയിട്ടില്ല. ബജുനോ ചൂടൻ ബജു. അവിടുന്ന് ചായ കുടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇത് ഇവിടുന്ന് ഒരു ഓർഡർ വന്നത്. ഈ ബാങ്കിന്റെ മുകളിലായിരുന്നു, വണ്ടാറ് സ്ഥലം കാണണ്ടേ. അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർ ചോദിച്ചിട്ടാണ് എൻ്റെ ഒരു മോളിലാണ് സാധനം എന്ന് ഞാൻ അറിഞ്ഞത് തന്നെ. ഇത് ലൊക്കേഷൻ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചുകൂടെ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ മുകളിലാണെന്നൊക്കെ അറിയാത്തവരെന്നാ പെട്ടുപോയില്ലേ. ഓക്കെ, എന്നാലും മഴ ഉണ്ടോ നല്ല. ഞാനിപ്പോൾ ഇനി ഡെലിവറിക്ക് സ്ഥലത്ത് ലൊക്കേഷനിലോട്ട് പോട്ടെ. മഴയത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഫോൺ എടുക്കും എന്നുവെച്ചാൽ. ഞാനപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉണ്ട്. കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലെ റോഡാണ്. എൻ്റെ കുഞ്ഞ് ഇവിടെ ഭയങ്കര മഴ ഉണ്ട്, ഭയങ്കര മഴ. ഞാനിപ്പോൾ ഈ ഇവിടെ നിന്ന് ഒരു ഓർഡർ അടിച്ചിട്ട് എടപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് എടുത്ത ബർഗറിൻ്റെ മറ്റേ ബാങ്കിൻ്റെ മുകളിൽ നിന്ന് ബർഗറിൻ്റെ എടുത്തില്ലേ, അത് നേരെ കൊണ്ടുപോയത് കാക്കനാടേക്കാണ്. കാക്കനാട് എന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ഓർഡർ അടിച്ചത് പാലാരിവട്ടം കല്ലൂർ സ്റ്റേഡിയത്തിനപ്പുറത്ത്, പാലാരിവട്ടമല്ല കല്ലൂർ സ്റ്റേഡിയത്തിനപ്പുറത്ത്. അവിടെ നിന്ന് ഇപ്പം അടിച്ചേക്കണത് എടപ്പള്ളിക്ക്. ഇവിടെ കിടന്നിട്ട് അങ്ങാടി കണ്ട് 8 കാല് വല വിട്ടേസ് പറന്നുകൊണ്ടിരിക്കണ്ട. പാലാരിവട്ടത്തൊക്കെ ഉടുക്കത്തെ ബ്ലോക്കും, ഭയങ്കര മഴയായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും മഴ ഒന്ന് കുറഞ്ഞാണ്. ഞാനാണെങ്കിൽ മരത്തിൻ്റെ അടിയിലിരിക്കണം വെള്ളതീയം വീഴാണ്ടിരിക്കാനായിട്ട്. തണുത്തിട്ടും വയ്യ. ഞാനിപ്പോൾ ഈ സാധനം കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. ഏതൊരു ട്രെൻഡി കാസൽ എന്ന് പറഞ്ഞ സംഭവമാണ്, അതുകൊണ്ട് കൊടുത്തിട്ട് വരാം. ചമ്മേരെ ഞാനിപ്പോൾ ലിഫ്റ്റിലാണുള്ളത്. 8ാമത്തെ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സെറ്റല്ല, 4ാമത്തെ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലൂരിന്ന് ഇവിടം വരെ വന്നതിൻ്റെ ഓർഡറിൻ്റെ റേറ്റ് നോക്കി 48 രൂപ, 15 രൂപ റെയിൻ ചാർജും. അപ്പോൾ ചമ്മാരെ സ്ഥലം അറിയാതെ ഏതൊരു സ്ഥലത്ത് ഞാൻ വന്ന് പെട്ടേക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ സ്വിഗ്ഗി ഓർഡറിന് ഈ ഫോണിൻ്റെ GPS വർക്ക് ചെയ്യാനില്ല. ഞാൻ വേറെ ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തിട്ടാ. എനിക്ക് ഈ 2 ഫോണിലും കൂടി ആയിട്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓടിയേക്കണത് 614 രൂപക്കാണ്. രാവിലെ ഇറങ്ങിയിട്ട് കുഴപ്പമില്ല, 8 ഓർഡർ എടുത്തിട്ടുള്ളൂ. പിന്നെ ഭയങ്കര ലോങ് ഓർഡർ ആയിരുന്നേ ഉള്ളൂ, മഴ ഉണ്ടായിരുന്ന കാരണം. ഇത് ഏതാ സ്ഥലമൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. ഈ ഫോണിൽ എനിക്കിനി മാപ്പ് ഇട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ ഒരു ഓർഡർ ഡെലിവറി ചെയ്യാനായിട്ട് കറങ്ങി തിരിഞ്ഞ് എനിക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും. അത് ടാസ്ക്കാണ്. കാരണം ഞാൻ ഈ ഫോണിനകത്ത് നോക്കി കട കണ്ടുപിടിച്ചിട്ട് അത് ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് ഇടണം. എന്നിട്ട് അവിടെ ചെന്ന് സാധനം എടുത്തതിന് ശേഷം കസ്റ്റമർ ലൊക്കേഷൻ നോക്കിയിട്ട് ചിലത് ഇപ്പം ലാസ്റ്റ് കൊടുത്ത 2-3 എളുപ്പമായിരുന്നു. കാരണം മറ്റേ ഈ ഗേൾസ് ഹോസ്റ്റല് 1-2 ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, അത് സുഖമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ വീടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. കാരണം ഇതിനകത്ത് ഞാനങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കും, അത് കാരണം. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങട്ടെ കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾ എൻ്റെ സ്വിഗ്ഗിയുടെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ആ ഇരുട്ടത്ത് ഞാനവിടെ പെട്ടോട്ട് ഒരു കണക്കിനാണ്ട് അവിടെ ഞാൻ പുറത്തോട്ട് വന്നത്. വീഡിയോൻ്റെ റെൻറ്റ് പറയാനായിട്ട് ഞാൻ നിൽക്കണ നേരത്താണ് ഓലയിൽ വന്നത്. ഞാൻ ഓലയുടെ ഒരു വണ്ടി നോക്കണ്ട, അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ റോഡ്സ്റ്റർ അവിടെ വന്നിട്ടുണ്ടെന്ന്. റോഡ്സ്റ്ററിൻ്റെ
ടെസ്റ്റ് ഡ്രൈവ് വന്നിട്ടുണ്ട് അവിടെ. അപ്പം ഞാൻ ആ വണ്ടി ഒന്ന് എടുത്ത് നോക്കി. അമ്മ നല്ല ഭംഗിയുണ്ട്, ഓടിക്കാനും നല്ല രസമുണ്ട്, അടിപൊളി വണ്ടിയാണ്. കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടാൽ ഇതാണ് വേണ്ടി ഞാൻ ജസ്റ്റ് വെറുതെ ടെസ്റ്റ് ഡ്രൈവിന് എടുത്താണ്ട് S1 Pro സീരീസാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് ഓടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്. അതിനകത്തോട് മാറുമെന്നുള്ള കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ മാറിയേക്കാം, പറയാൻ പറ്റില്ല. ഇറ്റ്സ് മൈ ചോയ്സ്. ചിലപ്പോൾ മാറിയെന്നിരിക്കും. ഇപ്പോൾ ഈ മറ്റേ ഫോണിൻ്റെ GPS അടിച്ച് വെച്ചിരിക്കും, ഇതിനകത്തായിരിക്കും ഞാൻ ഒക്കെ ചെയ്യണം. അപ്പോൾ സ്വിഗിയുടെ വീഡിയോസിന് കുറവായിരിക്കും. ഈ ഫോൺ റെഡി ആവണത് വരെ അതിനിടയിൽ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ തരാം. ഇപ്പോൾ ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് അടിപൊളി വേണ്ടി. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.